ജില്ലാ കലോത്സവം നമ്മൾ കണ്ടു. ആ വേദികളിൽ നിറഞ്ഞാടിയ മലയാളി മംഗമാരെയും ഒപ്പന കളിച്ച മൊഞ്ചത്തിമാരെയും എല്ലാവരും നമ്മൾ കണ്ട് ആസ്വദിച്ചു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നേക്ക് അവർക്കായിട്ടുള്ള ഒരു ദിനം ഇല്ലെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു കലോത്സവം അവർ തന്നെ ഒന്ന് അവർ തന്നെ ഏർപ്പെടുത്തി ഇന്ന് ആഘോഷിക്കുകയാണ്. ആ കുട്ടികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കലോത്സവമൊക്കെ കളിച്ചോ? ഒപ്പനയൊക്കെ കളിച്ചോ? ഇഷ്ടായി. പാട്ട് പാടി. അത് ടീച്ചർമാരാ. ആ, അത് എൻ്റെ സുനിത ടീച്ചറും എൻ്റെ അയന്ത ടീച്ചറും. കളിക്കാനൊക്കെ ഇഷ്ടമാണ്. ടീച്ചർ പറഞ്ഞു. പിന്നെ നമ്മുടെ കേരള നടനം കളിച്ച ഒരു കുട്ടിയുണ്ട് കേട്ടോ. ഡാൻസ് ഒക്കെ കളിച്ചില്ലേ? ആരാ പഠിപ്പിച്ചേ? ടീച്ചറാണോ? ഇഷ്ടമാണോ ഡാൻസ് കളിക്കാൻ? പാട്ട് പാടുന്നുണ്ടോ? എന്താ പേര്? പ്രവിത. പ്രവിതാണല്ലേ? ഏതെന്താ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചേ? വേറെ നാടൻ ഡാൻസ് കളിക്കാണ്ട്. ആരൊക്കെ കളിക്കണേ? ഞാന്, അഞ്ജലി, രേഖ, പ്രസീത, അസ്ന. നമ്മുടെ ഇനിയിപ്പോ ഇത് പെൺകുട്ടികൾ മാത്രല്ല കേട്ടോ, നമ്മുടെ ആൺകുട്ടികളും നല്ല ദഫ്മുട്ടും മറ്റുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. കോൽക്കളിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. കോൽക്കളി കളിക്കാൻ പോകണോ? കളിക്കാൻ പോകണേ. നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഇവിടെ കോൽക്കളിയൊക്കെ പഠിച്ചോ? ഇഷ്ടമാണോ കളിക്കാനായിട്ട്? ഇഷ്ടമാണല്ലേ? അപ്പൊ എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശത്തോടെ, കാരണം അവർക്ക് ഇങ്ങനെ ഒരു മൂമെന്റ് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ വളരെ ആഘോഷത്തിലാണ് അവരെല്ലാവരും നിൽക്കുന്നത്. എല്ലാ കുട്ടികളും എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലുത്. ഇതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരിക്കുന്നത് ഇവിടുത്തെ ടീച്ചർമാരും അതുപോലെ തന്നെ രക്ഷിതാക്കളുമാണ്. അവരുടെ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് ഈ കുട്ടികൾ ഇത്രത്തോളം അവരുടെ എല്ലാ പോരായ്മകളും എല്ലാ വൈകല്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇത്രത്തോളം പരിശ്രമിച്ച് വിജയിക്കുന്നത്. ആ ടീച്ചർമാരും നമ്മളോടൊപ്പം ഉണ്ട്. ടീച്ചർ അമ്മയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നു. നന്നായിട്ടുണ്ട്. എല്ലാ കുട്ടികളെക്കാട്ടിലും നല്ല കഴിവുണ്ട്. കഴിവില്ലാത്ത കുട്ടികളൊന്നുമല്ലല്ലോ, എല്ലാവർക്കും കഴിവുണ്ട്. ഒരേപോലെ തന്നെയാണ്. എന്താണ് കോലുകളി കളിക്കുന്നത്. ഓ, നല്ല മാറ്റമുണ്ട്. ഇല്ല. ടീച്ചർമാര് നിരന്തരം പരിശ്രമത്തിനോടെല്ലാം ടീച്ചർമാരും ചെയ്യുന്നത്. ടീച്ചർമാർ കുട്ടികളൊക്കെ പ്രിപ്പയർ ഒക്കെ എങ്ങനെ പറഞ്ഞൊക്കെ അവർ പറഞ്ഞൊക്കെ അനുസരിക്കുന്നുണ്ട്. അവർ പഠിക്കാനും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ കഴിവുകളും അവർ പ്രോത്സാഹനം കൊടുത്ത് അവർ ചെയ്യുന്നുണ്ട്. പഠനത്തിൽ മാത്രമല്ലേ കലയിലും അവർ അതെ. അവർ പഠനത്തിലല്ല, അവർ കളിയിലും അവരെ പന്ത് കളിക്കുക അല്ലെങ്കിൽ അവർ എന്താണ് പുറത്തുനിന്ന് നമ്മളെല്ലാം എല്ലാ കളിക്ക് വിട്ടാലും അവർ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ നമ്മൾ ആദ്യം ഉണ്ടാവും, കുറച്ചുണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ സാധാ കുട്ടികളെ പോലെ അല്ല, അത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളാണ്. അത് നമ്മൾ നോക്കാണ്ട് അവരോട് അങ്ങനെ പറഞ്ഞ് അവരെ കളിക്ക് വിട്ടിട്ടാണ് അവരങ്ങനെ ആ ഒരു സ്വയം എടുത്ത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അമ്മമാരെക്കാളും ടീച്ചർമാരുടെ അടുത്താണ് അവർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം. അപ്പോൾ അവരുടെ കഴിവ് എങ്ങനെ തിരിച്ചറിഞ്ഞത്? അവർക്ക് നമ്മൾ പുസ്തകം കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഓരോന്നും ചെയ്യാൻ വിളിക്കുമ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവനാണെങ്കിൽ ഇതാ സ്റ്റിച്ച് ചെയ്യാൻ, സുരേന്ദ്രന് ഇപ്പം ഞങ്ങളുടെ തുണി സഞ്ചി അടിക്കാൻ ഒക്കെ അവൻ പഠിച്ചു കഴിഞ്ഞു. ഉണ്ട് ചെയ്യും. ഇല്ല അവർ സ്വയം ചെയ്തോളും. നമ്മൾ ഒന്ന് അവർക്ക് ശ്രദ്ധ പോവും, എന്നാലും നമ്മളൊന്ന് തൊട്ട് കൊടുത്താൽ അവരത് ചെയ്തോളും, തനിയെ ചെയ്തോളും. അത് ഞങ്ങൾ കുറച്ച് സമയം പിടിക്കും. നല്ല രീതിയിൽ തന്നെയാണ് കുട്ടികളെ ചെയ്യുന്നത്. ഓക്കെ ടീച്ചറെ, ഇപ്പോൾ കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ടീച്ചർമാർ അധികം വരില്ല, കാരണം നോർമലുള്ള കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടികളുടെ ഒരു ഇതിലേക്ക് പഠിപ്പിക്കാനായിട്ടും മറ്റെന്തിനായാലും വരാനായിട്ട് ടീച്ചർമാർക്ക് എങ്ങനെ തോന്നും? ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ 9 അമ്മമാർ കൂടിയ ഒരു ടീമാണ്. അപ്പം ഞങ്ങളതിൽ പിന്നെ ട്രസ്റ്റായിട്ട് 9 അമ്മമാർ ചേർന്നിട്ടാണ് കൂടിയിട്ട് ഒപ്പന ഇത് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഈ കുട്ടികളെന്ന് പറയുന്നത് എന്തിനേക്കാളും, അതായത് നമ്മളെക്കാളും 100 ഇരട്ടി അല്ല 200 ഇരട്ടി മികവ് തെളിയിക്കുന്ന കുട്ടികളാണെന്ന് പറയുന്നുണ്ട്. അവർക്കും ഒരു ദിനം ഇല്ലെങ്കിൽ അവർക്കും ഒരു കല ഇല്ലെങ്കിൽ അവർക്കും ഒരു കലോത്സവം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഇല്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ്. അവരെ വളർത്താനുള്ള പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു പ്രോത്സാഹനമായിട്ടാണ് ഇത് കാണേണ്ടത്. ക്യാമറമാൻ വിശാൽ കൊച്ചു വർത്തമാനത്തോടൊപ്പം വിദ്യാനാരായണൻ, മലബാർ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.